Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ CET 302 സ്ട്രക്ചറൽ അനാലിസിസ് 2ലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫോർത്ത് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസിൻ്റെ അടുത്ത മെത്തേഡായ കാൻഡിലിവർ മെത്തേഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാൻഡിലിവർ മെത്തേഡിൻ്റെ ബേസിക് അസംഷനും അതിൻ്റെ ഒരു അനാലിസിസ് സ്റ്റെപ്പും മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് ഫ്രെയിം അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് വെർട്ടിക്കൽ ലോഡ്സ്, ഫ്രെയിമിൽ വെർട്ടിക്കൽ ലോഡ്സാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡാണ്. ഇതാണ് മൊഡ്യൂൾ 1ൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ അപ്രോക്സിമേറ്റ് മെത്തേഡിൽ തന്നെ ലാറ്ററൽ ലോഡാണ് വരുന്നതെങ്കിൽ അതിന് രണ്ട് മെത്തേഡുണ്ട്, പോർട്ടൽ മെത്തേഡും കാൻഡിലിവർ മെത്തേഡും. അപ്പോൾ അതിൽ പോർട്ടൽ മെത്തേഡ് നമ്മൾ ഓൾറെഡി കവർ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാൻഡിലിവർ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം മെത്തേഡിൻ്റെ ഒരു എസ്സേ ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു എസ്സേ 14 മാർക്സ് ഗ്യാരണ്ടിയാണ്. അതേപോലെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് പോർട്ടൽ മെത്തേഡ് ഓർ കാൻഡിലിവർ മെത്തേഡ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇത് രണ്ടും ഓറായിട്ട് ചോദിക്കുന്നതല്ല ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ പോർട്ടൽ മെത്തേഡ് അല്ലെങ്കിൽ കാൻഡിലിവർ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന അതേ ടൈപ്പ് ഓഫ് പ്രോബ്ലം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്നത്. പോർട്ടൽ മെത്തേഡ് കാൻഡിലിവർ മെത്തേഡും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മൊഡ്യൂൾ 2ൽ നിന്നും ഒരു എസ്സേ ഗ്യാരണ്ടി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് സബ്ജക്റ്റഡ് ടു ലാറ്ററൽ ലോഡ്. ലാറ്ററൽ ലോഡ് വരുന്ന സമയത്ത്, ഫ്രെയിമിൽ ലാറ്ററൽ ലോഡ് വരുന്ന സമയത്ത് അതിന് യൂസ് ചെയ്യുന്ന ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡിനെയാണ് നമ്മൾ കാൻഡിലിവർ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ റൈസ് ബിൽഡിങ്സ്. ഇപ്പോൾ നമ്മൾ പോർട്ടൽ മെത്തേഡ് ലോ റൈസ് ബിൽഡിങ്സിലാണ് അത് കൂടുതൽ അക്യുറേറ്റ് ആണെന്ന് പറയുന്നത്. കാൻഡിലിവർ മെത്തേഡ് നമുക്ക് ഹൈ റൈസ് ബിൽഡിങ്സിലാണ് കൂടുതലും അക്യുറേറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈ റൈസ് ബിൽഡിങ്ങിലാണ്. ഇനി കാൻഡിലിവർ മെത്തേഡിൽ വരുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ മിഡ് ഹൈറ്റ് ഓഫ് ഈച്ച് കോളം above the first floor. If the base of the column is fixed at the point of contraflexure is assumed at the mid span. അതായത് നമ്മൾ പോർട്ടലിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കോളം എടുത്തിട്ടുണ്ടെങ്കിൽ കോളത്തിൻ്റെ മിഡ് ഹൈറ്റിലായിരിക്കും, മിഡ് പോയിന്റിലായിരിക്കും എന്ത് വരുന്നത്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ആക്ട് ചെയ്യുന്നത്. സിമിലർലി ദ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഒക്കെ അടുത്ത മിഡ് സ്പാൻ ഓഫ് ബീം എടുത്തു കഴിഞ്ഞാലും ബീമിൻ്റെ മിഡ് പോയിന്റിൽ തന്നെ ആയിരിക്കും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഒക്കർ ചെയ്യുന്നത്. അടുത്തത് ദി ആക്സിയൽ ഫോഴ്സ് ഓർ ഡയറക്ട് സ്ട്രെസ് ഇൻ കോളം ആർ പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഫ്രെയിം. ഇതാണ് ഈ ഒരു കാൻഡിലിവർ മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ. അതായത് ആക്സിയൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് സ്ട്രെസ്, ആ ഒരു ഫ്രെയിമിലുള്ള ആക്സിയൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ, ആ എൻ്റയർ സ്ട്രക്ചറൽ ഫ്രെയിമിൻ്റെ സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു അസംഷനിൽ നിന്നാണ് നമ്മൾ ആക്ച്വലി ആ ഒരു പ്രോബ്ലം തുടങ്ങുന്നത് തന്നെ. കോളം ഓഫ് എനി സ്റ്റോറി ആർ ഓഫ് ഈക്വൽ ഏരിയ നോൺ ആസ് റിലേറ്റീവ് ഏരിയാസ്. ഇപ്പോൾ കോളത്തിൽ ഏത് സ്റ്റോറിയിൽ ഏത് കോളം എടുത്താലും എല്ലാം ഈക്വൽ ഏരിയ എന്നുള്ളതാണ് അസംഷൻ എടുക്കുന്നത്. നമ്മൾ അതിനെ റിലേറ്റീവ് ഏരിയാസ് എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊസീജിയർ, കാൻഡിലിവർ മെത്തേഡ് വെച്ച് നമ്മൾ ഫ്രെയിം അനാലിസിസ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. അപ്പോൾ പോർട്ടൽ മെത്തേഡിൻ്റെ നേരെ റിവേഴ്സ് സ്റ്റെപ്പാണ് കാൻഡിലിവർ മെത്തേഡിലെന്ന് വേണമെങ്കിൽ പറയാം. പോർട്ടൽ മെത്തേഡിൽ ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ആക്സിയൽ ഫോഴ്സ്. അതാണ് ആക്ച്വലി ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ പോർട്ടൽ മെത്തേഡിൽ ചെയ്യുന്നതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറാണ്. ഇക്വേഷൻസൊക്കെ നമ്മൾ അവിടുത്തെ എൻറ്റയർലി സെയിം ആണ് എടുക്കുന്നത്. കണ്ടീഷൻ മാത്രം, സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ മാത്രം ഒരു പുതിയ കൺസെപ്റ്റാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ലൊക്കേറ്റിംഗ് സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ഫ്രെയിം. ആ ഫ്രെയിമിൻ്റെ മൊത്തത്തിലുള്ള സെൻട്രോയിഡൽ ആക്സിസ് ലൊക്കേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 2 ആക്സിയൽ ഫോഴ്സ് ഇൻ കോളം. കോളത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ക്യാപിറ്റൽ എ വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്തത്. സെയിം ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എ വെച്ചിട്ട് തന്നെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 3 കോളത്തിലുള്ള ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. അതായത് നമ്മൾ ഈ സ്റ്റെപ്പ് നമ്പർ 2ൽ കണ്ടുപിടിച്ച വാല്യൂസ് വെച്ചിട്ട് ആക്സിയൽ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 4 ഷിയർ ഫോഴ്സ് ഇൻ ബീം. നമ്മൾ ക്യാപിറ്റൽ എഫ് വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 5 ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ബീം വരയ്ക്കുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4ൽ കണ്ടുപിടിച്ച വാല്യൂസ് വെച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 6 മൊമെൻറ്റ് ഇൻ ബീമിൽ ആക്ട് ചെയ്യുന്ന, ബീമിൻ്റെ രണ്ട് എൻഡിലും ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കുക. സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് നമ്പർ 7 ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. നമ്മൾ ഈ കണ്ടുപിടിച്ച സ്റ്റെപ്പിൽ നിന്നുള്ള വാല്യൂസ് വെച്ചിട്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 8 കാൽക്കുലേറ്റ് മൊമെൻറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് കോളം മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ എം ആണ് നമ്മൾ നൊട്ടേഷനായിട്ട് എടുക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 9 എന്ന് പറയുമ്പോൾ
സ്റ്റെപ്പ് നമ്പർ 8 കിട്ടിയ കോളം മൊമെൻറ്റ്സ് വെച്ചിട്ട് ഡ്രോ ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ കോളം. അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 10 ആണ് കാൽക്കുലേഷൻ ഓഫ് ഷിയർ, ഹൊറിസോണ്ടൽ ഷിയർ ഇൻ കോളം. പോർട്ടൽ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പോർട്ടൽ മെത്തേഡിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഹൊറിസോണ്ടൽ ഷിയർ കണ്ടുപിടിക്കുന്നത്. അതാണ് കാൻഡിലിവർ മെത്തേഡിൽ ലാസ്റ്റ് വരുന്നത്, കാൽക്കുലേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഷിയർ ഇൻ കോളം. ഇനി അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഡ്രോ ദ ഹൊറിസോണ്ടൽ ഷിയർ ഡയഗ്രാം. ഈ കണ്ടുപിടിച്ചേക്കുന്ന ഹൊറിസോണ്ടൽ ഷിയർ കണക്ട് ചെയ്തിട്ട് കോളത്തിൻ്റെ ഹൊറിസോണ്ടൽ ഷിയർ ഡയഗ്രാം വരയ്ക്കുക. ഇനി അവസാനം ഒരു ചെക്ക് പറയുന്നുണ്ട്. നമ്മൾ ഈ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഹൊറിസോണ്ടൽ ഷിയർ വരെ കിട്ടിയതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഉത്തരം ഒക്കെ ശരിയാണോ എന്നറിയാനായിട്ട് ഒരു ചെറിയ ചെക്ക് അവിടെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ആ ചെക്ക് ക്ലിയർ ചെയ്ത് കാണിക്കണമെന്നില്ല. നമ്മൾ ചെയ്തേക്കുന്ന കൺസെപ്റ്റ് ശരിയാണോ എന്നറിയാൻ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു വെരിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ ഈ ചെക്ക് അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്നൊക്കെ അടുത്ത ലെക്ചറിൽ നമ്മൾ പ്രോബ്ലത്തിൽ കവർ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൽ ബ്രീഫായിട്ട് വരുന്നത്. ഇതിൻ്റെ അത് ഈ അസംഷൻ, കാൻഡിലിവർ മെത്തേഡിൻ്റെ അസംഷൻ നമുക്ക് എ പാർട്ടിൽ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഡിസൈൻ പ്രൊസീജിയർ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. അത് ആക്ച്വലി അടുത്ത ലെക്ചറിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം പഠിക്കുന്നുണ്ട്. ആ പ്രോബ്ലം പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പോയിക്കോളും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാൻഡിലിവർ മെത്തേഡിൻ്റെ ഈ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.